ആക്സിഡൻറ്റ്സ് റെഡ്യൂസ് ചെയ്യുന്നതിലൊരു പ്രധാന ഭാഗമാണ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാഹനങ്ങളുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അതിൻ്റെ എൻജിനീയറിംഗ് ക്വാളിറ്റി കഴിഞ്ഞ ഒരു 10-20 വർഷം കൊണ്ട് നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ റോഡുകൾ, എൻജിനീയർഡ് റോഡ് എന്താണെന്ന് കേരള സമൂഹത്തിന് ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോവുകയാണ്. ഈ 6 വേ പൂർണ്ണമായിട്ടും ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്ത റോഡാണ്. അപ്പോൾ അതിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ലൈൻ ട്രാഫിക് എന്ന രീതിയിൽ നമ്മൾ നേരത്തെ ഇംപ്ലിമെൻ്റ് ചെയ്തെങ്കിലും കൃത്യമായിട്ട് 6 വരി പാത വരുമ്പോഴാണ് ലൈൻ ട്രാഫിക് പൂർണ്ണ രീതിയിൽ ആൾക്കാർ അനുസരിച്ച് വാഹനങ്ങൾ അനുസരിച്ച് ഓടിക്കേണ്ടി വരുന്നത്. അത് എല്ലാവർക്കും തന്നെ അതിനെപ്പറ്റി ബോധ്യമുണ്ട്. സിനിമയിലൊക്കെ കണ്ടിട്ടും ഗൾഫിലൊക്കെ പോയി ഏറ്റവും കൂടുതൽ ജോലിയിട്ടുള്ള ആൾക്കാരുമാണ് മലയാളികൾ. അപ്പോൾ അതിനെപ്പറ്റി ബോധ്യമില്ലാത്ത ഒരു കാര്യമല്ല. 6 വരി പാതയിൽ ഒരു ലൈൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം 2 സൈഡിലേക്ക് മാറാൻ. അപ്പോൾ അത് നമുക്ക് തോന്നിയ പോലെ സിക്സാഗായിട്ട് ഓടിക്കാൻ പാടില്ല. അപ്പോൾ അത് കൂടുതൽ അപകടങ്ങൾക്ക് വഴിതെളിക്കും. 6 വരി പാതയിലേക്ക് വേഗത എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 100 കിലോമീറ്ററിന് അടുത്താണ്. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാകുന്ന ഏത് ആക്സിഡൻറ്റും നമുക്ക് ഡെത്തായിരിക്കും സംഭവിക്കുന്നത്. അതാണ് പുതിയതായിട്ട് നേരിടാൻ പോകുന്നൊരു പ്രശ്നം. രണ്ടാമത് ബോംബെ പൂനെ ഹൈവേ തുടങ്ങിയപ്പോൾ ഒരു ആദ്യത്തെ 8 മാസത്തോളം സിവിയർ ആക്സിഡൻ്റ് ആയിരുന്നു, സിവിയർ ആക്സിഡൻറ്റ് ഡെത്തായിരുന്നു. അപ്പോൾ ആ ഒരു ഇഷ്യൂ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ഇവിടെ ഓരോ വ്യക്തി ആ റോഡ് ഉപയോഗിക്കാനായിട്ട്. അത് ഒന്നാമത് ഈ ഹൈ സ്പീഡ് കൂടുതൽ സമയം ഓടിക്കുന്ന രീതിയിൽ ഡിസൈൻഡ് ടയർ ആയിരിക്കില്ല കേരളത്തിലെ ഭൂരിഭാഗം വാഹനങ്ങൾക്ക്. അത് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചറിൽ കൂടുതൽ നേരം ഉയർന്ന വേഗതയിൽ നിൽക്കുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വാഹനങ്ങൾ ഓടാറില്ല. അത് വരാൻ പോവുകയാണ്. 6 വരി പാതയിൽ സംഭവിക്കുമ്പോൾ കിലോമീറ്ററുകളോളം മണിക്കൂറുകളോളം ഉയർന്ന വേഗതയിൽ ഓടുമ്പോൾ ടയർ അമിതമായിട്ട് ചൂടായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ഒരു ഉയർന്ന സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്പീഡിൽ പൊട്ടിത്തെറിക്കുന്ന ഏത് വാഹനവും ശരിക്കും ടമ്പിൾ ചെയ്തിട്ട് മറിയുകയും മറ്റ് വാഹനങ്ങൾ ഒരു 6-7 വാഹനങ്ങൾ തുടർച്ചയായിട്ട് ഇടിക്കും. അതൊക്കെയാണ് അപകടങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഒന്ന്, വാഹനങ്ങളുടെ ടയറുകൾ ഹൈ സ്പീഡ് ഡിസൈൻ ടയറാണെന്ന് ഉറപ്പ് വരുത്തണം ഹൈ സ്പീഡ് ഹൈവേയിൽ ഓടിക്കുന്ന സമയത്ത്. പിന്നെ ലൈൻ ട്രാഫിക് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പിന്നെ നല്ലപോലെ സർവൈലൻസ് നാഷണൽ ഹൈവേ അതോറിറ്റി അവിടെ ചെയ്തിട്ടുണ്ട്, ക്യാമറകളുണ്ട്. പക്ഷേ സിഗ്നലുകൾ എല്ലാം വ്യക്തമാണ്. നിങ്ങളുടെ സ്പീഡ് വരെ എഴുതി കാണിക്കുന്ന ബോർഡുകൾ അവിടെ ഉണ്ട്. പിന്നെ വളരെ വ്യക്തമായ എല്ലാ സൈനുകളും ആ റോഡിലുണ്ട്. പൂർണ്ണമായിട്ടും എൻജിനീയർഡ് റോഡാണ്. അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി സേഫായിട്ട് ഓടിക്കുക. അതാണ് മോട്ടോർ വാഹന വകുപ്പിന് പറയാനുള്ളത്.